അപ്പോൾ അത് എണ്ണ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്, ചെമ്പരത്തിയുടെ കളറൊക്കെ മാറി തുടങ്ങി അല്ലേ. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇത്രയും ചെയ്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഈ എണ്ണ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നന്നാവും. ഇപ്പം നമ്മളുടെ ആ എണ്ണയുടെ കളറൊക്കെ ഒരു പച്ച നിറം വന്നിട്ടുണ്ട് അല്ലേ. ഇത് അടച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാൻ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വന്നൊന്ന് ഇളക്കി കൊടുക്കുക. അതായത് 2-3 മണിക്കൂർ എടുക്കും ഇതാ ഒരു എണ്ണ ഒന്ന് പാകമായി വരുന്നത്. അത്യാവശ്യം നമുക്ക് എല്ലാം എന്താ ഒന്ന് കരിഞ്ഞൊരു ക്രിസ്പി ആയിട്ട് വരും കേട്ടോ. ഈ ഇലകളെല്ലാം ചതച്ച ഇലകളൊക്കെ അങ്ങനെ വരുമ്പോഴാണ് ശരിക്കും ആ എണ്ണ ഒന്ന് തിളച്ച് ആ എണ്ണയും അതും കൂടി ഒന്ന് മിക്സായി കിട്ടത്തുള്ളൂ. ഇങ്ങനെയാണ് എണ്ണയുടെ കളർ വരിക കേട്ടോ. ഇതിന് ശേഷം നമ്മളൊരു കോട്ടൺ തുണി എടുക്കണം. എണ്ണ ഒരു ബ്രൗൺ കളർ ആയിക്കൊണ്ട് വരികയാണ് കേട്ടോ. നല്ല മണം ഉണ്ടാവുന്നുണ്ട്. നമുക്കിത് വീട് മുഴുവൻ സൂപ്പർ അടിപൊളി മണമായിരിക്കും കേട്ടോ എണ്ണയുടെ. അപ്പോൾ ഇതിന് ശേഷം ഒരു കോട്ടൺ തുണി എടുക്കുക. ഈ ചീനച്ചട്ടി ഉണ്ടല്ലോ നമ്മൾ വെച്ചിരിക്കുന്ന ഇരുമ്പിൻ്റെ ചട്ടി അങ്ങനെ കമത്തുക. ജസ്റ്റ് ഒന്ന് ചെരിച്ച് വെക്കുക. അടിയിൽ ഇതാ വലിയൊരു ബേസിൻ വെക്കുക. എണ്ണ അപ്പം നമുക്കങ്ങനെ ഊറി കിട്ടും. നാളത്തേക്ക് നല്ലൊരു കുപ്പിയൊക്കെ എടുത്തതിന് ശേഷം ഇത് നമുക്ക് അതിലോട്ട് ഒഴിച്ച് വെച്ചാൽ ഒരുപാട് നാളത്തേക്ക് യൂസ് ചെയ്യാം. ട്രൈ ചെയ്ത് നോക്കുക.